വിശദമായി തന്നെ വാർത്തകൾ നോക്കാം. ആലുവയിൽ 5 വയസ്സുകാരിയെ ഇരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. എറണാകുളം പോക്സോ കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 800 പേജുള്ള കുറ്റപത്രത്തിൽ ബീഹാർ സ്വദേശി അസ്ഫാഖ് ആലം മാത്രമാണ് പ്രതി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അശ്വതി നായരുണ്ട്. അശ്വതി, എന്തൊക്കെ വകുപ്പുകളാണ് ഈ പ്രതിക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തുളസി, നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു ആലുവയിലെ 5 വയസ്സുകാരിയെ ക്രൂര പീഡനത്തിനിരയാക്കി കൊല ചെയ്തത്. അസ്ഫാഖ് ആലത്തിനെതിരെ ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുമെന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ കൊല നടന്ന് 35-ാം ദിവസമാണ്. ഇന്നിപ്പോൾ 10:30-ക്ക് എറണാകുളം പോക്സോ കോടതിയിൽ ഈ കുറ്റപത്രം 800 പേജുള്ള കുറ്റപത്രം സമർപ്പിക്കും. ഈ കേസ് അന്വേഷിക്കുന്ന SP അടക്കം പോലീസ് സംഘം നേരിട്ടെത്തിയായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. 800 പേജുള്ള ഈ കുറ്റപത്രത്തിൽ അസ്ഫാഖ് ആലം മാത്രമാണ് പ്രതിയായിട്ട് ഉള്ളത്. ഇതിനു മുൻപ് ഈ പ്രതിക്ക് കൂട്ടുപ്രതിയൊക്കെ ഉണ്ടോ എന്നുള്ള സംശയമൊക്കെയും പോലീസ് ഉന്നയിച്ചിരുന്നു. എങ്കിലും അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ അല്ലെങ്കിൽ അന്വേഷണം പുരോഗമിച്ച് വന്നപ്പോൾ അസ്ഫാഖ് ആലം ഒറ്റയ്ക്കാണ് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് എന്ന നിഗമനത്തിലെത്തുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ 10 വകുപ്പുകളാണ്, പോക്സോ ഉൾപ്പെടെയുള്ള 10 വകുപ്പുകളാണ് ഇപ്പോൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ 100 സാക്ഷിമൊഴികൾ ഈ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതടക്കം കൊല ചെയ്തത് വരെയുള്ള സ്ഥലത്തെല്ലാം അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച് ശക്തമായ ശാസ്ത്രീയ തെളിവുകളുണ്ടെന്നും ശക്തമായ ശാസ്ത്രീയ തെളിവുകളൊക്കെയും ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം സമർപ്പിക്കുക. ഇന്ന് 10:30 കൂടിയായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. ഒപ്പം തന്നെ ഈ പ്രതി ഇതിനു മുമ്പ് ഗാസിപൂരിൽ സമാനമായ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ രേഖകളും അതുപോലെ തന്നെ അതിന്റെ തെളിവുകളും അതിന്റെ വിവരങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയാണ് കുറ്റപത്രം സമർപ്പിക്കുക. തുളസി, നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ടെന്ന് പറയുന്നു. എന്തൊക്കെയായിരുന്നു ആ കേസുകളും മറ്റും? അതിന്റെ വിവരങ്ങൾ ലഭ്യമാണോ? തുളസി, മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാസിപൂരിൽ ഇതുപോലെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു 5 വയസ്സല്ല, ഇന്നിപ്പോ ഈ കേരളത്തിൽ 5 വയസ്സുള്ള കുട്ടിയാണ് കൊലപ്പെടുത്തിയതെങ്കിൽ അവിടെ 10 വയസ്സ് പ്രായമുള്ള കുട്ടിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കുകയുണ്ടായിരുന്നു. അതിനെ പറ്റിയുള്ള ആ വിവരം പോലീസിന് ലഭിച്ചപ്പോൾ തന്നെ ബീഹാറിൽ പോയി അന്വേഷണം നടത്താനും കേരളത്തിലെ പോലീസ് സംഘം തയ്യാറായിരുന്നു. അവിടെ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും ഇതിനു മുൻപ് പ്രതി അവിടെ നിന്ന് ജാമ്യത്തിൽ 30 ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ അസ്ഫാഖ് ആലമാണ് ശേഷം ഇപ്പോൾ കേരളത്തിലെത്തി സമാനമായ ഒരു കുറ്റകൃത്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ പഴുതടച്ചൊരു അന്വേഷണമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ബീഹാറിൽ നിന്നും ഈ പ്രതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പ്രതി ഇതിനു മുൻപ് ചെയ്ത കുറ്റകൃത്യം സംബന്ധിച്ചുള്ള വിവരങ്ങളും ഒക്കെ ശേഖരിച്ചു തന്നെയാണ്. ഒപ്പം തന്നെ ഈ പ്രതിക്ക് കൂട്ടുപ്രതി ഉണ്ട് എന്നൊരു സംശയം പോലീസിന് ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് പ്രതിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു ശ്രമം ഉണ്ടായതും. എന്നാൽ ഈ അവസാന ഘട്ടത്തിൽ അസ്ഫാഖ് ആലം മാത്രമാണ് കുറ്റം ചെയ്തത് എന്നൊരു നിഗമനത്തിലും പോലീസ് എത്തിച്ചേരുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് അസ്ഫാഖ് ആലം എന്ന ഒരാളെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് ഈ 800 പേജുള്ള കുറ്റപത്രം ഇന്ന് 10:30-ക്ക് എറണാകുളം പോക്സോ കോടതിയിൽ സമർപ്പിക്കുവാൻ പോലീസ് ഒരുങ്ങുന്നത്. തുളസി, വ്യക്തമാണ്. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. എറണാകുളം പോക്സോ കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. 800 പേജുള്ള കുറ്റപത്രത്തിൽ അസ്ഫാഖ് ആലം മാത്രമാണ് ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അശ്വതി.